സോളോ ലെവലിംഗ് സീസൺ 2 വെറും 25 എപ്പിസോഡ് കൊണ്ട് ക്രഞ്ചി റോളിലെ മോസ്റ്റ് ലൈക്ഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു അനിമയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം സോളോ ലെവലിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സീസണിൽ 13 എപ്പിസോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു അനിമ കൂടിയായിരുന്നു സോളോ ലെവലിംഗിൻ്റെ രണ്ടാമത്തെ സീസൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സീസൺ തന്നെ ഒരുപാടധികം ഫാൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മാനുവൽ വായിച്ച് വന്നിട്ടുള്ള ഫാൻസും അതേപോലെ തന്നെ അനിമയൊക്കെ വന്നിട്ട് അതിൻ്റെ എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഫാൻസുമായിരുന്നു. ഈ 13 എപ്പിസോഡുകളും അത്രയും നൈസായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് അനിമെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് ക്രഞ്ചി റോൾ എന്ന് പറയുന്നത്. ഈ ക്രഞ്ചി റോളിൻ്റെ സെർവറുകൾ ഈ അനിമെ റിലീസായ പല എപ്പിസോഡുകൾ റിലീസാകുന്ന സമയത്തും ക്രാഷായി പോയിട്ടുണ്ട്. അത്രയും ഒരു ഫാൻ പവർ കാണിച്ചിട്ടുള്ള അനിമയായിരുന്നു സോളോ ലെവലിംഗ് എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ട ആ ഒരു സങ് ജിൻവുവിൻ്റെ ആ ഒരു ഒരു ജേണി ഉണ്ട്, ഒരു അഡ്വഞ്ചർ ജേണി ഉണ്ട്. അതായത് ലോവസ്റ്റ് ഈ റാങ്ക് 100 നിന്നിട്ട് ഒരു എസ് റാങ്ക് 100ലേക്കുള്ള ഒരു ജേണി, ആ ഒരു സാധനം കാണിക്കുന്നു. പിന്നെ ആ ഒരു ഷാഡോ മൊണാർക്ക് കാണിച്ച് പോകുന്നതാണ് സെക്കൻഡ് സീസൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് സീസണിൽ നമ്മൾ കണ്ട പോലെയല്ല, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു സീസൺ ആയിരുന്നു സെക്കൻഡ് സീസൺ. കാരണം നമ്മൾ ഫസ്റ്റ് സീസൺ ആ ഒരു സങ് ജിൻവു ആരാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് സീസണിൽ ആ ഒരു എസ് റാങ്ക് 100ൻ്റെ പവർ എന്താണെന്ന് കാണിക്കുന്ന അത്രയും കിടിലൻ ഒരു മൊണാർക്കൊക്കെ കാണിച്ചു പോകുന്ന അത്രയും നൈസായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നൊരു കിടിലൻ സീസൺ ആയിരുന്നു രണ്ടാമത്തെ സീസൺ. അതുകൊണ്ട് തന്നെ എല്ലാ എപ്പിസോഡുകളുടെയും റേറ്റിംഗ് അങ്ങനെയായിരുന്നു. ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് എന്തോ 8.4 ആണ്, 9.9 ആണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ എപ്പിസോഡ്. എനിക്ക് തോന്നുന്നു ക്രഞ്ചി റോളിലെ മോസ്റ്റ് റേറ്റഡ് എപ്പിസോഡാണ് ആ ഒരു 12ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അത്രയും നൈസായിട്ടാണ് അത് ചെയ്തു പോയിട്ടുണ്ടായിരുന്നത്. കുറേയധികം ഫ്ലോസൊക്കെ ഈ ഒരു അനിമയുടെ ഈ ഒരു സീസൺ ഉണ്ടായിരുന്നു. കാരണം മാനുവൽ വായിച്ചിട്ടുള്ളവർക്കറിയാം, അതിനകത്തെ കുറേയധികം സീനുകളൊക്കെ ഈ ഒരു അനിമ വന്ന സമയത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബട്ട് എങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സാധനം അത്രയും ഒരു എപ്പിക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പല അനിമകളുമായിട്ടുമൊക്കെ ഇങ്ങനെ കമ്പാരിസൺ വരുന്ന രീതിയിലേക്ക്. കാരണം 25 എപ്പിസോഡ് കൊണ്ട് ഇത്രയും വലിയൊരു എവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു അനിമയാണ്. അതിൻ്റെ ആ ഒരു ലീഡിങ് ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ സങ് ജിൻവുവിൻ്റെ ഒരു ഓറ ഫാമിങ്ങും ആ പരിപാടികളൊക്കെയാണ് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതിൻ്റെ ഓരോ ഷാഡോസും, ഈ ഓരോ ഫൈറ്റ് വരുന്ന സമയത്ത് ഓരോ ഷാഡോസ് വരുന്നതും, പിന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിങ്ങും ക്യാരക്ടർ ബിൽഡിങ്ങും, പിന്നെ ഓരോ ക്യാരക്ടറുമായിട്ടുള്ള ഒരു കണക്ഷൻ, നമ്മളുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ, അതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു അടിപൊളി സീസൺ ആയിരുന്നു രണ്ടാമത്തെ സീസൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ മൂന്നാമത്തെ സീസണിൻ്റെ അപ്ഡേറ്റ് പറയുന്ന സമയത്ത് 2026 വരും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഇത് 2027 കഴിഞ്ഞിട്ട് ഇതിൻ്റെ തേർഡ് സീസൺ വരുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള A1 പ്രൊഡക്ഷൻസ് ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അനിമകൾക്കാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരു 2027 കഴിഞ്ഞിട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. മൂന്നാമത്തെ സീസണിന് വേണ്ടിയിട്ട് റിന്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാത്തിരിക്കേണ്ടി വരും, ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയാണ് നല്ല സീരീസുകൾക്ക് അല്ലെങ്കിൽ നല്ല അനിമകൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാലം കാത്തിരിക്കുക എന്നാണ് A1 പ്രൊഡക്ഷൻസ് പറയുന്നത്. എന്തായാലും ക്രഞ്ചി റോളിന് ഇത്രയും ഒരു സെർവർ ക്രാഷൊക്കെ ഉണ്ടാക്കിയ, ഇത്രയും തലവേദന ഉണ്ടാക്കിയ ഒരു അനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം സോളോ ലെവലിംഗ്. അത്രയും അത്രയും ഫാൻ പവർ കാണിച്ച, അത്രയും ഓരോ എപ്പിസോഡും ഇങ്ങനെ റേറ്റിംഗ് വരുന്ന സമയത്ത് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരുന്ന ഒരു എക്സ്ട്രാ എപ്പിക്ക് അനിമയായിരുന്നു സോളോ ലെവലിംഗ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഈ സാധനം കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഫാൻസാണ് തങ്ങിൻ്റെ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. നിങ്ങൾ സോളോ ലെവലിംഗ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻ പറയാം. പിന്നെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ ഗൈസ്.